നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വല്ലാത്തൊരവസ്ഥയിലാണ് വയനാടും കേരളവും. ഉച്ചവരെ കാണാതായവരെ തേടിയുള്ള ബന്ധുക്കളുടെ പരക്കം പാച്ചിലും തേങ്ങലടിച്ചുള്ള വാക്കുകളും മാത്രമാണ് മുണ്ടക്കൈയിൽ നിന്നും പുറത്തുവരുന്നത്. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 135 മരണങ്ങളാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ 135 അല്ല 151 ആയി എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ആദ്യ ദിനം മോശം കാലാവസ്ഥ മൂലം താൽക്കാലികമായി നിർത്തിവെച്ച രക്ഷാദൌത്യം ഇന്ന് അതിരാവിലെ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ബന്ധുക്കൾ ആരോഗ്യ സ്ഥാപനങ്ങളിൽ അറിയിച്ച കണക്കുകൾ പ്രകാരം ഇനിയും 200ഓളം പേരെ കാണാനുണ്ട്. അതിനായുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നടക്കുന്നത്. വയനാട്ടിൽ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇന്നലെ താൽക്കാലികമായി നിർത്തിയ രക്ഷാപ്രവർത്തനം 7 മണിയോടെ കൂടി തന്നെ പുനരാരംഭിച്ചു. പലയിടത്തായി കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനായി ഫയർഫോഴ്സ് അറിയിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ മുണ്ടക്കൈ, പുഞ്ചിരിമുട്ടം എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് ഇന്നലെ ആളുകളെ രക്ഷിച്ചത്. ഈ മേഖലയിൽ ഉണ്ടായിരുന്ന മൃതദേഹങ്ങളെല്ലാം താഴെ എത്തിച്ച് മേപ്പാടി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത്. രാത്രി 2:45 മുണ്ടക്കൈ, പുഞ്ചിരിമുട്ടം എന്നിവിടങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടലിലായിരുന്നു നാശം വിതച്ചത്. കുത്തിയൊലിച്ചെത്തിയ വെള്ളം ചൂരൽമല ടൗൺ പൂർണ്ണമായും ഇല്ലാതാക്കി. ദുരിതത്തിൽ ഇതുവരെ 135 പേർ മരിച്ചു. 211ഓളം പേരെ കാണാനില്ല എന്നാണ് റിപ്പോർട്ട്. 180ലധികം പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. പുലർച്ചെ നടന്ന ദുരന്തം ഇന്നലെ രാവിലെയോടുകൂടി മാത്രമാണ് പുറം ലോകം അറിഞ്ഞത്. ഇപ്പോഴും ദുരിതത്തിന്റെ വ്യാപ്തി വ്യക്തമായിട്ടില്ല. ദുരിതത്തിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമുട്ടം ഭാഗത്തേക്ക് മണിക്കൂറുകളെടുത്ത് താൽക്കാലിക പാലം ഉണ്ടാക്കിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കയറ് കെട്ടി അവിടേക്ക് കടക്കാൻ വഴിയൊരുക്കി. 300ഓളം പേർ അവിടെ പലയിടത്തായി അഭയം തേടിയിരിക്കുകയാണ്. അവരെയെല്ലാം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി രക്ഷിച്ച് താഴേക്ക് എത്തിച്ചിട്ടുണ്ട്. കുടുങ്ങിക്കിടക്കുന്നതായി വിവരം ലഭിച്ച എല്ലായിടത്തു നിന്നും എല്ലാവരെയും രക്ഷിച്ചുവെന്നാണ് ഔദ്യോഗിക അറിയിപ്പ്. എന്നാൽ ഇപ്പോഴും പല ഭാഗത്തായി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളും അടക്കം 100ഓളം പേർ പ്രദേശത്തെ ഒരു മുസ്ലിം പള്ളിയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഇന്ന് കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങും. പാറ കഷ്ണങ്ങൾക്കും തകർന്ന വീടുകൾക്കും മണ്ണിനടിയിലും കുടുങ്ങിപ്പോയവരെ കണ്ടെത്താനാണ് ശ്രമം. പ്രദേശത്തെ പാടികൾ പലതും ഒഴുകിപ്പോയിട്ടുണ്ട്. ഇതിലുണ്ടായിരുന്ന ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവരെ രക്ഷിക്കാനായോ എന്ന് വ്യക്തമല്ല. ഇന്നത്തെ തെരച്ചിലിലൂടെ ദുരിതത്തിന്റെ ചിത്രം വ്യക്തമാകുമെന്നാണ് കരുതുന്നത്. അതേസമയം കനത്ത മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ അപകട സാധ്യതകൾ ഒഴിവാക്കുന്നതിനായി ഇന്ന് ജൂലൈ 31 ബുധനാഴ്ച 12 ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്ത് കൊല്ലം, തിരുവനന്തപുരം ഒഴികെ മറ്റെല്ലാ ജില്ലയിലും അവധിയാണ്. അംഗൻവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് വരെ എല്ലാ ജില്ലയിലും അവധി ബാധകമാണ്.